ഹലോ, ഞാനൊരു ടോപ്പിക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ടൈം കേട്ടിട്ടാണോ ഞാനിവിടെ വന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ കേൾക്കുന്നത് എൻ്റെ മോന് ഈ ഒരു ഡിസീസ് എന്നാണോ ഇതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ല. എനിക്ക് വന്നിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഡെവലപ്മെൻറ്റൽ ഡിലേനെ പറ്റിയാണ്. കുറേ കുട്ടികൾ ഇന്ന് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, കുറേ പാരൻസും ഫേസ് ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾക്ക് മൈൽ സ്റ്റോൺസ് ഡിലേ വരുന്നത്. മൈൽ സ്റ്റോൺ ഡിലേ വരാട്ടോ, എല്ലാ കുട്ടികൾക്കും മൈൽ സ്റ്റോൺസിന് ഡിലേസൊക്കെ വരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ കഴുത്ത് 6 മാസമായിട്ട് ഉറച്ചില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അങ്ങനെ അല്ലായിരിക്കും, എങ്കിലും ചില കുട്ടികൾക്ക് അത് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേയുടെ ഭാഗമായിട്ട് വരാം. ചിലപ്പോൾ ക്യൂറബിൾ ആയിരിക്കും, ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് ശരിയാകും. നമ്മളത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് കേട്ടോ കൂടുതലും അത് വഷളായി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മോനെ ഡയഗ്നോസ് ചെയ്തത് HI ആണ്, അതായത് ഹൈപ്പോക്സിക് ഐസ്കീമിക് എൻസെഫലോപ്പതി എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, മേ ബി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വരുന്ന ഒരു ഡാമേജ് ബൈ ബർത്ത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എൻ്റെ കയ്യിലോട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടുന്ന ടൈമിൽ അവനൊരു നോർമൽ ബേബി ആയിരുന്നു, ഹെൽത്തി ബേബി ആയിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് എനിക്ക് റിപ്പോർട്ടിൽ ഡിസ്ചാർജ് ആയത് സമയത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 6 മാസമായിട്ടും തല ഉറയ്ക്കാതെ വന്ന ഒരു മൈൽ സ്റ്റോൺ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ. അന്നേരം ഞങ്ങളങ്ങനെ ഒരു വലിയ സംഭവമായിട്ടൊന്നും എടുത്തില്ല. പിന്നീട് ഞങ്ങൾക്ക് ഓരോ മൈൽ സ്റ്റോൺ അവന് ഡിലേ വന്നിരുന്നില്ല, കമിഴ്ന്ന് വീണില്ല, നിരങ്ങിയില്ല, അങ്ങനത്തെ കുറേ മൈൽ സ്റ്റോൺ ഡിലേ വന്നപ്പോൾ ഞങ്ങളൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും നമുക്കൊരു MRI സ്കാൻ ചെയ്യാം, എന്നിട്ട് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാം. അപ്പോൾ 1 വയസ്സിൽ എൻ്റെ കുഞ്ഞിനെ MRI സ്കാൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവന് ഈ HI എന്ന് പറയുന്നൊരു. അങ്ങനെ ഞങ്ങളിത് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ബൈ ബർത്താണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും അറിയില്ല. മോന് 3 വയസ്സായപ്പോൾ 3 മാസമുള്ളപ്പോൾ ഒരു കൊറോണ വന്നായിരുന്നു, അതിൽ നിന്ന് സംഭവിച്ചതാണെന്നറിയില്ല. എന്തായാലും ഇതൊരു ബ്രെയിൻ ഡാമേജാണ്. ഇത് ക്യൂറബിൾ അല്ല, ആക്ച്വലി ക്യൂറബിൾ അല്ല എന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. അതായത് നമുക്ക് ക്യൂറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഫിസിയോതെറാപ്പിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സ്പീച്ച് ഇതിന് ഓൾറെഡി നടക്കില്ല കുട്ടി, ഇതുള്ളൊരു കുട്ടി നടക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ സംസാരിക്കില്ല, നമ്മുടെ ഡെയിലി വേണ്ട ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ മോന് സംഭവിച്ചത് മൈൽഡായിട്ടുള്ളത് മാത്രമാണ്. എങ്കിൽ പോലും അവന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ 5 വയസ്സ്, അവൻ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിന് മെയിനായിട്ട് എടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി. പിന്നെ അവനൊരു നല്ല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തു, നല്ലൊരു സ്പെഷ്യൽ സ്കൂളിൽ വിട്ടു. 4 വയസ്സായപ്പോൾ സാധാ കുട്ടികളെ ചേർക്കുന്ന പോലെ തന്നെ സ്പെഷ്യൽ സ്കൂളിൽ 4 വയസ്സായപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് ഇരുത്തിയപ്പോൾ ഉണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ അവന് കുറച്ചും കൂടി മിംഗ്ലിങ് നന്നായിട്ടുണ്ടായി കുട്ടികളായിട്ട്. പിന്നെ അവൻ്റെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ മറ്റുള്ള ചില കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ എല്ലാ കുട്ടികളും നടക്കാത്ത കുട്ടികളല്ലല്ലോ, നടക്കുന്ന കുട്ടികളെ കണ്ട് അവനും അങ്ങനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാരൻസിനോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഭയങ്കര സ്പെഷ്യൽ പാരൻസാണ്. കാരണം നമുക്ക് ഭയങ്കര സ്പെഷ്യൽ കിഡ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ കുഞ്ഞ് വേറെ ഏത് ഫാമിലിയിൽ പോയാലും ചിലപ്പോൾ കുഞ്ഞിനെ നോക്കില്ല, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞിനെ. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ വിട്ടെന്നും പറഞ്ഞ് കുഞ്ഞൊരിക്കലും നിങ്ങൾ ആ ഒരു തരത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ വിടുക. നമ്മൾ ഒരു കാലത്തില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ, അവരെ വേറെ ആര് നോക്കാൻ? അവരുടെ സ്പെഷ്യൽ നീഡ്സൊക്കെ അവർ ചെയ്താൽ മാത്രമേ, അവരുടെ ഡെയിലി നീഡ്സൊക്കെ അവർ ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്കൊരു ലൈഫുണ്ട് മുമ്പോട്ട്. അപ്പോൾ
നോർമൽ സ്കൂളിൽ വിട്ടാലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നോർമൽ ടീച്ചേഴ്സ് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ പോലെ കെയറിങ് കൊടുക്കില്ല കേട്ടോ നമ്മുടെ കുട്ടികൾക്ക്. കാരണം അവർക്കറിയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കറിയില്ലല്ലോ, അവർ ആ ഒരു കോഴ്സല്ല എടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ കിഡ്സിനെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് എടുത്ത് അതിനെ സ്പെസിഫൈ ചെയ്താണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ IQ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് നോർമൽ സ്കൂളിലോട്ട് വിടാം. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പിന്നെ ഞാൻ ഈ HIV ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ള കുറച്ച് പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഈ HIV ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ട് ഓക്സിജൻ തെറാപ്പി മാത്രമേ ഉള്ളൂ. അത് ജനിച്ച് 24 ഹവേഴ്സിനുള്ളിൽ 48 ഹവേഴ്സിനുള്ളിൽ ചെയ്യണമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി കുറച്ച് നാൾ ഓക്സിജൻ തെറാപ്പി ചെയ്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു മൈൽ സ്റ്റോണാണ്. അത് കാരണം ഈ കുഞ്ഞ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു ബാക്കിൽ നിന്നൊരു പുഷ് കൊടുക്കാൻ മാത്രമേ പറ്റൂ. കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് അവൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ അതിന് നമുക്ക് ബാക്കിൽ നിന്നൊരു പുഷ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിസിയോതെറാപ്പി ചെയ്യുക. കാരണം ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഏത് തെറാപ്പി ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടുതലാണ്. നമ്മൾ കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുക, അത് തന്നെ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഭാഗമാണ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. അത് തന്നെയാണ് OT എന്ന് പറയും ഒക്യുപ്പേഷണൽ തെറാപ്പീനെ. അപ്പോൾ നിങ്ങൾ ഫിസിയോതെറാപ്പി മാത്രം മാക്സിമം ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. അതിങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെയൊക്കെ ഒരു 100 റുപ്പീസൊക്കെ ആകുള്ളൂ 45 മിനിറ്റ്സിൽ. പിന്നെ എമൗണ്ട് മുടക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും മുടക്കി. കാരണം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ്, അവന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണ തന്നെ വേണം. പക്ഷേ ഇപ്പോൾ എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു 1 ഇയറായിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും കൊടുക്കുന്നില്ല ഇൻ ദ സെൻസ് ഞാൻ ഒക്യുപ്പേഷണൽ തെറാപ്പിയും കാരണം അവനൊട്ടും മിങ്കിളാകുന്നില്ല ഈ സ്പീച്ച് മെൻറ്ററിനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അവന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ 1 വയസ്സിലാണ്. പിന്നെ അവന് വന്ന മൈൽ സ്റ്റോൺസിനെ പറ്റി ഞാൻ പറയാം. അതിനെപ്പറ്റിയും പാരൻസ് നല്ല വെറീസ് ഉണ്ടാകും. അതായത് ഇവൻ അച്ചീവ് ചെയ്ത മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അവന് 7 മാസമായപ്പോൾ തല ഉറച്ചു, 9 മാസമായപ്പോൾ കമിഴ്ന്ന് വീണു, 1.5 വയസ്സായപ്പോൾ ഇരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നൊരു 2.5 ഇയേഴ്സൊക്കെ ആയപ്പോൾ ഇരിക്കാനും ഒന്ന് സ്റ്റേബിളായിട്ടിരിക്കാൻ തുടങ്ങി. പിന്നെ ആഫ്റ്റർ 3 ആണ് അവൻ നിന്നതും. ഇപ്പോൾ 5 ആകാറായപ്പോൾ നടക്കാനുള്ളൊരു സ്പീച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോഴും സ്റ്റിൽ അമ്മ അപ്പ മാത്രമേ വിളിക്കാറുള്ളൂ. ബട്ട് അവൻ്റെ ആവശ്യങ്ങളൊക്കെ അവൻ അത്യാവശ്യം ചൂണ്ടിപ്പറയുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരൻസ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കുഞ്ഞാണ്, അവർക്ക് നല്ലത് മാത്രം ചെയ്യാനേ നമ്മളെക്കൊണ്ട് സാധിക്കൂ. ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നത് മൈൽ സ്റ്റോണിൻ്റെ മാത്രം ഡിലേ ആണ്. നിങ്ങളുടെ കുഞ്ഞ് ഈസ് പെർഫെക്റ്റ്ലി ഹെൽത്തി.